ആ വണ്ടിയുടെ 6 ടയറും പുതഞ്ഞു. അവസാനം എൻ്റെ ഒരു സുഹൃത്തായ ഇപ്പോഴത്തെ പ്രസിഡന്റ് വിനോദ് ചോദിച്ചു, നിങ്ങളുടെയൊക്കെ വായിൽ നിന്നും ഒരു പിഴ നിങ്ങൾക്ക് അറിയാമോ എന്ന്. ആ പിഴ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ചാക്ക് അരി എടുത്ത് അതിൽ കോരിപ്പെരുക്കുന്നു. ഒരു ചാക്ക് അരി എടുത്ത് ഭരണിക്കാവിലമ്മയുടെ മുമ്പിൽ കൊണ്ട് സാഷ്ടാംഗം വെച്ച് മാപ്പപേക്ഷിച്ച് ഞങ്ങൾ പുറത്തിറങ്ങുന്നു. മഴ തോഴുന്നു. ഞങ്ങളുടെ അന്നദാനത്തിനുള്ള അടുപ്പുകൾ കത്തി വളരെ ഭംഗിയായി സമാപനം കുറിച്ചുകൊണ്ട് നാളെ 12 കൂട്ടം പായസം ഉൾപ്പെടെയുള്ള സദ്യ അരങ്ങേറുകയാണ്. അത് എത്ര പേര് വന്നാലും നമ്മൾ കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്കുള്ള അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പരിപാടി ഇന്നലെ ഒരാഴ്ചയായിട്ട് ഇതിന്റെ അനുസരിച്ച് ഭക്ഷണം കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വർഷത്തിൽ ഇപ്പം 12 കൂട്ടം പായസം 8 വർഷം കൊണ്ട് ഇപ്പോൾ 2 ടൈമിലാണ് ഇവിടെ നടക്കുന്നത്. പൂരമഹോത്സവത്തിന് നടക്കും. അതുപോലെ 12 കൂട്ടം പായസം ഉൾപ്പെടെ ഉള്ള സദ്യയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഫേമസ് ആയ ഒരു ചേട്ടനാണ് വർഷങ്ങളായി ഈ സദ്യ ഒരുക്കുന്നത്. ഈ നടപടികളെല്ലാം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞാൽ അടുപ്പൊക്കെ കത്തിച്ച് ഈ നാട് മുഴുവൻ ഒന്നടങ്ങ് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇപ്പോൾ ഈ 12 കൂട്ടം പായസത്തിൻ്റെയൊക്കെ ചുക്കാൻ പിടിക്കുന്ന ചേട്ടന് നമ്മളോടൊപ്പം ഉണ്ട്. ഈ നാടിൻ്റെ ഒരു വലിയ ആവശ്യം വർഷങ്ങളായി നിറവേറ്റുന്നത് ഈ സാബു എന്നല്ലേ ചേട്ടൻ്റെ പേര്? സാബു ചേട്ടനാ. ചേട്ടാ എന്തൊക്കെ പായസങ്ങളാണ് തകർക്കാൻ പോകുന്നത് എന്നല്ലേ നാളെ? 12 പായസമുണ്ട്. പ്രഥമൻ, കടലപ്പായസം, സേമിയ, പാൽപ്പായസം, മത്തൻ, മാങ്ങ, കൈതച്ചക്ക, ഏത്തപ്പഴം, പഞ്ചാമൃതം, പാലട. 12 കൂട്ടോ? ഈ ഇവരാവശ്യപ്പെട്ടാണോ ഈ 12 കൂട്ടോ? അതോ നമ്മുടെ ലിസ്റ്റിലുള്ള ഈ ഇനങ്ങളൊക്കെ അടുത്ത ഉത്സവത്തിന് അത് തന്നെ? ഉത്സവത്തിന് ഇതേപോലെ സദ്യ 12 കൂട്ടം പായസം ഉൾപ്പെടെയാണ്. ഇപ്പൊ ഇവര് പറയുന്നതനുസരിച്ചാണെങ്കിലാണ് 3-4 മണി വരെ ഈ സദ്യ നീളുന്ന. കഴിഞ്ഞ പ്രാവശ്യം 4-5 മണിയോളമായി. എത്ര 12-5 തുടങ്ങും. എത്ര പേരുണ്ട് ചേട്ടൻ്റെ കൂടെ? ഇതിന്റെ ഒരു 18 പേര് ചേട്ടൻ്റെ കൂടെ. എത്ര വർഷം? എത്ര ഒരു പ്രയാസം അതിനകത്ത് ഉണ്ടാവത്തില്ല? ഉണ്ടാവില്ല. ഈ അമ്പലത്തിലൊരു പ്രത്യേക അനുഭവം എന്താണ്? ഈ അമ്പലം ഞാനിപ്പോ 5 വർഷമായിട്ട് വരുന്നുണ്ട്. എന്ത് ജോലിക്ക് ഒരു മുടപ്പില്ല. കാരണം ജോലി ഓട്ടോമാറ്റിക്കായി തീരും. ഓട്ടോമാറ്റിക്കായിട്ട് തീരുക. ഞാൻ ഇവിടെ വന്നിട്ട് 10 കൊല്ലമാവുന്നു. എനിക്ക് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. എല്ലാം ഉത്സവമാണ്. എവിടെ പോയാലും ഈ ആ സമയത്ത് ഇവിടെ വരും. ഇവിടെ എല്ലാ വർഷവും ഇവിടെ വരും. അതിന്റെ തിരക്കിലാണ്. ഓക്കെ, അപ്പൊ അവര് തിരക്കില്ല. 12 കൂട്ടം പായസം റെഡിയാക്കണം, അതിന്റെ ഒരു തിരക്കിലാണ് അവര്. ഇവിടെ ഏതാണ്ട് ഓക്കെ, ഇത് പഴം പായസത്തിന് വേണ്ടിയുള്ള പഴം തയ്യാറാക്കിയാണ് ഇവര്. ചേട്ടാ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ട ഒരു കക്ഷിയാണ്. ഇദ്ദേഹമാണ് ഇതിന്റെ എല്ലാം ചുക്കാണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. എന്താ പറയാനുള്ളത് ഇതിനകത്ത്? മകരമണ്ഡലക്കാലത്ത് കൂടി 41 വിളക്കാണ് നടക്കാൻ പോകുന്നത്. ഇതിപ്പം 3-4 വർഷം കൊണ്ട് അന്നദാനം വളരെ ഗംഭീരമായി നടത്തുന്നു. വളരെ ഗംഭീരമായി തന്നെ നടത്തുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം 41 കൂട്ടം കറികളോടുകൂടി 11 തരം പായസത്തോടു കൂടിയാണ് നമ്മളിത് അന്നദാനം നടത്തിയത്. ഇപ്പൊ 12 ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ 12 തരം പായസവും 10-20ഓളം കൂട്ടം കറികളും കൂട്ടിയാണ് ഈ പ്രാവശ്യം നമ്മൾ അന്നദാനം നടത്തുന്നത്. പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രം ഇവിടെ റോഡുണ്ടായിരുന്നു. ഈ റോഡില് ആദ്യമായി അന്നദാനം നടത്തുന്നതിന് വേണ്ടി ഞങ്ങളൊരു 3 ദിവസം ഉത്സവമായിരുന്നു അന്ന് ഉണ്ടായിരുന്നു. ആ അന്നദാനം നടത്തുന്ന ഒരു സമയത്ത് നമ്മളെല്ലാം കൂടെ അന്നദാനം വെക്കുന്ന സമയത്ത് പായസം വെക്കുന്നതിനെ കുറിച്ച് ഒരു വാക്കാലൊരു തർക്കങ്ങളും സംസാരങ്ങളും ഉണ്ടായി. വായിൽ നിന്ന് വീണ ഒരു പിഴയാണ് ഇന്ന് ഇത്രത്തോളം പായസങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. എത്ര പായസം വെച്ചാലും ഇവിടെ അധികം വരികയില്ല. ജനങ്ങൾ അതിനു വേണ്ടി, ഭക്തർ അതിനു വേണ്ടി തന്നെ ഇവിടെ വരുന്നുണ്ട്. എന്നുവെച്ചാൽ അന്ന് ഞങ്ങളെ കൊണ്ട് ആ രാത്രിയിലുണ്ടായ കാറ്റും മഴയിലും അന്ന് ഭരണിക്കാവിൽ ശ്രീദുർഗാദേവി ക്ഷേത്രം മാത്രമാണ് ഇവിടെ ഉള്ളത്. അന്ന് നമുക്ക് നടത്താനുള്ളൊരു സാഹചര്യം ഭരണിക്കാവിലമ്മ രാത്രി 2 മണി വരെ നമുക്ക് തന്നില്ല. അന്ന് എനിക്കൊരു കൊച്ചു 608 വണ്ടി ഉണ്ടായിരുന്നു. ഈ വണ്ടിയിൽ സാധനം എടുത്തുകൊണ്ട് വേറെ കൊണ്ടുചെന്ന് പാചകം ചെയ്ത് ക്ഷേത്രത്തെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഈ ക്ഷേത്രത്തിന് നടക്കില്ല. വണ്ടി കയറിയപ്പോൾ ആ വണ്ടിയുടെ 6 ടയറും പുതഞ്ഞു. അവസാനം എൻ്റെ ഒരു സുഹൃത്തായ ഇപ്പോഴത്തെ പ്രസിഡന്റ് വിനോദ് ചോദിച്ചു, നിങ്ങളുടെയൊക്കെ വായിൽ നിന്നും ഒരു പിഴ നിങ്ങൾക്ക് അറിയാമോ എന്ന്. ആ പിഴ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ചാക്ക് അരി എടുത്ത് അതിൽ കോരിപ്പെരുക്കുന്നു. ഒരു ചാക്ക് അരി എടുത്ത് ഭരണിക്കാവിലമ്മയുടെ മുമ്പിൽ കൊണ്ട് സാഷ്ടാംഗം വെച്ച് മാപ്പപേക്ഷിച്ച് ഞങ്ങൾ പുറത്തിറങ്ങുന്നു. മഴ തോഴുന്നു. ഞങ്ങളുടെ അന്നദാനത്തിനുള്ള അടുപ്പുകൾ കത്തി വളരെ ഭംഗിയായി
കൃത്യം 12 മണിക്ക് തന്നെ ഈ ക്ഷേത്രത്തിന്റെ തിരുനടയിൽ വെച്ച് അന്നദാനം കൊടുക്കാൻ വേണ്ടി അമ്മ ഞങ്ങൾക്ക് അവസരം തന്നു. ഈ അമ്മ എനിക്ക് അതിനുള്ള വഴി തരികയും അതിനുള്ള രീതിയിൽ എന്നെ നടത്തുകയും ചെയ്യുമ്പോൾ ആരോഗ്യവും സൗഖ്യവും അതിനുവേണ്ട സമ്പത്തും വർണ്ണിക്കാവുന്ന നമ്മൾ എത്ര ഇല്ലെങ്കിലും സമയമാകുമ്പോൾ എനിക്ക് ആ സമ്പത്ത് എവിടെയായാലും നടത്തുന്നതിനുള്ളൊരു സാഹചര്യം അമ്മ കൊണ്ടുതരികയും അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് ആയുസ്സും ആരോഗ്യവും തരുന്ന കാലത്ത് ഏത് കാലത്ത് വരെയും ഇത് നടത്തുവാൻ സന്മനസ്സോടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്താ ഈ വായിന്ന് വീണ് പോയൊരു പിഴയെന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? അത് പിഴയെന്ന് പറഞ്ഞാൽ കൂടിരുന്ന ഒരാൾ പറഞ്ഞു പ്രഥമൻ നടത്തുന്നത് സഞ്ചാന്യത്തിനാണ്, എന്നാൽ അങ്ങനെ കരുതിയാൽ മതി എന്ന് എൻ്റെ വായിന്നൊരു പിഴ വീണു. ആ പിഴയിലാണ് അന്ന് തുടങ്ങിയതാണ്. ആ പിഴ മാറ്റി എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ജ്യേഷ്ഠനായ വിനോദ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് ആ പിഴ തിരുത്തിത്തരാൻ അന്ന് സാഹചര്യം ഉണ്ടായിരുന്നു. ആ പ്രായച്ചിത്തത്തിൽ നിന്നാണ് ഈ വലിയ സദ്യയിലേക്ക് എത്തിയത്. പക്ഷെ ഇവിടെ എന്ത് കാര്യം ചെയ്യുന്നതിനും ആൾക്കാർക്ക് ആർക്കും ഒരു ദോഷവുമില്ല. അവർക്ക് വരുമാന സ്രോതസ്സും ആപത്തില്ല. അമ്മയുടെ ആശ്രയം കൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ഉയർന്നു പോകുന്നു. ഒന്നടങ്കം ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനത. ഇവിടെ അവര് ഇതെല്ലാം ഈ കറിക്ക് വേണ്ടുന്ന സാധനങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റെങ്ങുമില്ലാത്തൊരു കൂട്ടായ്മയാണ് ഇതിന്റെ പിന്നിൽ. ഒരു വലിയ പ്രയത്നം ആവശ്യമാണ്. കാരണം വരുന്നവർക്കെല്ലാം സദ്യ കൊടുക്കുക എന്നുള്ള പ്രത്യേകത. അത് മാത്രമല്ല 12 കൂട്ടം പായസം, എണ്ണിയാലൊടുങ്ങാത്ത കൂട്ടം കറികൾ, അങ്ങനെയൊക്കെയാണ് ഈ ഒരു സദ്യയുടെ പ്രത്യേകത. ഇത് ഇന്ന് വേണ്ട ഉച്ച മുതൽ തന്നെ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ ചേച്ചിമാരൊക്കെ ഉണ്ട്. ഇവരെല്ലാം സജീവമായി ഈ പ്രക്രിയയിൽ പങ്കാളികളാവുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. സാവുച്ചേട്ടൻ്റെ കൂടെയുള്ള ആൾക്കാരാണ്. അവരെല്ലാം മുന്നേ നമ്മളോട് വ്യക്തമാക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം, എവിടെ പോയാലും ഈ ക്ഷേത്രത്തിൽ എത്തുക എന്നുള്ളത്, ഇവിടെ എത്തുക, എത്ര അസൗകര്യങ്ങളുണ്ടായാലും അതെല്ലാം മാറ്റി വെച്ച് ഇവിടെ എത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമറിയിക്കുന്നൊരു പ്രക്രിയയാണ്. പുലമൺ ശിവപാർവതി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതെന്തായാലും ഈ ഒരു സദ്യ നല്ല എല്ലാ പ്രാവശ്യവും 41-ന് നടത്തുന്നുണ്ട്. അത് നല്ല ഗംഭീരമായ സദ്യയാണ്. എല്ലാ വർഷവും വരും? എല്ലാ വർഷവും വരും. ഞാനിവിടെ അയലത്തുള്ളതാണ്. നേരത്തെ എത്തിയെന്നോ? നേരത്തെ എത്തി. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആവശ്യം ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞിട്ട്? എല്ലാ വർഷവും ഞങ്ങൾ കഴിക്കാനാണ് വരുന്നത്. ഈ പ്രാവശ്യം ഞങ്ങള് ഇവിടെ എല്ലാവരുടെയും കൂടെ സഹായിച്ച് പിന്നെ 12 കൂട്ടം പായസവും കൂട്ടി നല്ല സദ്യ കൊടുക്കുന്നു. രാവിലെ 10 മണിക്ക് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നത്. 10 മണിക്ക് ഞങ്ങൾ എല്ലാവരും വന്നെത്തി. ഇവിടെ ഒരുപാട് പേരുണ്ട്. ഇതിന്റെ സദ്യയുടെ ചിട്ടവട്ടങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് ഇവരൊക്കെ. നമുക്ക് ഈ ചേച്ചിമാരോട് ചോദിക്കണം. ആറന്മുള സദ്യക്ക് പോലും ഒരു ദിവസം 12 കൂട്ടം പായസം ഒരുക്കുന്നതാണല്ലോ. ഇവിടെ ഇഞ്ചി അച്ചാർ തയ്യാറാക്കുന്ന തിരക്കിലാണ് ഈ ചേട്ടൻ. നമുക്ക് ഈ ചേട്ടൻ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കണ്ടു. ഈ സാബു ചേട്ടനോട് പറയോ ഈ ഇവിടുത്തെ കൃത്യമായി അറിയിക്കണം വരണം? അറിയിക്കാറുണ്ട്. ഇവിടെ വരുന്ന നമുക്കൊരു പ്രത്യേക സന്തോഷം. ഇതിപ്പോ എത്ര മണിക്ക് നമ്മുടെ ഈ ജോലികൾ തീരുമ്പം? ആവാറില്ല. അത് തന്നെയാണ് മെയിൻ കാര്യം. ഏയ് അങ്ങനെ ഒന്നും എനിക്ക് സുഖമില്ലായിരുന്നിട്ട് പോലും ഞാനിപ്പോ ഇവിടെ നിൽക്കുക. സാമ്പാറിന്റെ ഐറ്റങ്ങളാണ്. സാമ്പാറിന്റെ പരിപാടി തുടങ്ങി. സമീപം MC റോഡിന്റെ ഓരത്തായി പുലമൺ തോടിന്റെ കരയിലാണ് ഈ ക്ഷേത്രമുള്ളത്. ഇവിടെ ഇതിന് എല്ലാവരും ഇതൊന്നും ശമ്പളത്തിന് നിൽക്കുന്നവരല്ല, അല്ലാതെ മനസ്സോടെ എത്തി ഈ ഒരു മഹാസദ്യയിൽ പങ്കാളികളാവുന്നവരാണ്. ഇവിടെ ഇപ്പോഴും പഴം ഈ പായസത്തിന് വേണ്ടി തയ്യാറാക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായും നാളെ എത്തുക, ഇതിൽ പങ്കാളികളാകുക, ഇതിലെത്തി കഴിക്കുക എന്നുള്ളതൊരു വലിയ അനുഭവമാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപക്ഷെ